ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് രാത്രി കാലങ്ങളിൽ 10 മണി അടുപ്പിച്ചിട്ടാണ്. ബിക്കോസ് നമ്മൾ ഇന്നും എന്തൊരു പരിപാടിക്ക് പോകാൻ പോവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയുടെ ഷോപ്പിലാണ് നിൽക്കുന്നത്. ഇൻഫിനിറ്റിയുടെ ഷോപ്പിലാണ് നിൽക്കുന്നത്. സോ ഒന്നുമില്ല, നമുക്കൊരു നെക്സ്റ്റ് ഉടനെ ഒരു കല്യാണ റിസപ്ഷൻ വേണം. അപ്പോൾ അതിനൊരു ഡ്രസ്സ് സെറ്റ് ചെയ്യണം, പേസ്റ്റൽ കളർ സെറ്റ് ചെയ്യണം. നമ്മുടെ രൺബീരുടെ കല്യാണമാണ്. അങ്ങനെ അവളും കെട്ടിപ്പോയിന്. അപ്പോൾ അത് കല്യാണമുണ്ട്. അപ്പോൾ അതിന് ഡ്രസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ് വിത്ത് മീ. ശിവമോൻ കുറച്ച് ദിവസം എന്താണെന്നറിയാലോ, ശിവമോൻ്റെ മുഖത്തിരി തിളക്കവും ഒതുക്കവും ഒക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര ബ്ലഷാ വന്നിട്ടുണ്ട് ശിവമോൻ. എന്താണ് ഇതിൻ്റെ സീക്രട്ട്? എന്താണ് ശിവമോൻ ഇതിൻ്റെ സീക്രട്ട്? ഒന്നുമില്ല, ചുമ്മാ അല്ലേ. സ്വന്തം അച്ഛൻ ടീഷർട്ട് മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ സമയം ഒരു കിടിലൻ ടീഷർട്ട് ഞാൻ ഇത് ആരുടെ ഭാവനയാണ്. അങ്ങേർക്ക് ഒരു ടീഷർട്ട് മേടിക്കാൻ പോലും പറ്റാത്ത ഒരു മകള്. അനിയത്തിയതാ? എന്ത് മനുഷ്യൻ, സ്വന്തമായിട്ട് വല്ലതും ഉണ്ടാ? നല്ലത്. ഓക്കെ, നമ്മളിവിടെ നിൽക്കുവാണ് ഗൈസ്. നമ്മളിവിടെ നിന്നിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. നമ്മളിത് മൂവി വാഴ 2 വേണ്ടേ. അപ്പോൾ എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് എൻ്റെ ഫരീദ് വന്ന് ആ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ വന്നിട്ട് വരാം. ഫരീദ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. 2 മിനിറ്റുള്ളിൽ വരും. വന്നിട്ട് സെറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. വാഴ 2 ആണെങ്കിൽ നിങ്ങൾക്ക് വാഴ 2 പോകുന്നത് സിമ്പിളാണ്. പക്ഷേ അങ്ങനെയല്ല, ട്വിസ്റ്റ് ഉണ്ട്, ട്വിസ്റ്റ്. നേരത്തെ കത്തിരിപ്പിന് ശേഷം ഫരീദ് ഇൻഫിനിറ്റി വന്നിരിക്കുകയാണ്. എല്ലായിടത്തും സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെല്ലാ കളറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത ഷർട്ടും പാൻറ്റും കമൻറ്റ് ചെയ്ത് അടുത്ത വർഷം കാണാൻ നേരത്തെ സ്റ്റേഡിയത്തിൽ വെച്ച് കാണുന്നത് കണ്ണൂർ കൊക്കട്ടിൽ വാങ്ങിച്ചു തരുന്നതാണ്. ഉറപ്പാണ്, ബാക്കി മാറ്റില്ല. സീസൺ ഇപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വേണം നമുക്ക് അടുത്ത പരിപാടിയായി ഫുഡ് കഴിപ്പിലേക്ക് പോകാനായിട്ട്. വിശന്നിട്ട് വയറിളെ കളിക്കുന്നുണ്ട്. ശിബുമോൻ അപ്പുറത്തിരിപ്പുണ്ട്. സെറ്റാണ് ഏകദേശം. നമ്മൾ സ്ഥിരം ദോശ കഴിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ ദോശ കഴിക്കാൻ വന്നിരിക്കണം. ബിക്കോസ് ഷിബുവിന് ദോശ ഇല്ലാണ്ട് വേറൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് വിത്ത് മീ. മൊബു എന്താണ് ലുക്കൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ പേര് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ദാസനുണ്ട്. പിന്നെ ഷിബുമോനുണ്ട്. എന്നാ പിന്നെ മൂക്കിന് ഉള്ളിൽ കൊണ്ടുവരും കല്ല ചെയ്താനെ. ഇതിനകത്ത് ടിസ്റ്റ് എന്താണെന്നറിയോ? ടിസ്റ്റ് ഷിബു, നിനക്കറിയോ ഇത് ടിസ്റ്റ് എന്താന്നുള്ളത്? എന്താ ടിസ്റ്റ് എന്താണെന്നറിയാവോ? നമ്മളുടെ കൂട്ടത്തിൽ എൻ്റെ ഒരു സ്ട്രേഞ്ചർ ഗേളും വരുന്നുണ്ട്. ഒരു സ്ട്രേഞ്ചർ ഗേളും ഉണ്ട്. നല്ല എക്സ്പ്രഷൻ, ഒരു 0 എക്സ്പ്രഷൻ. അവിടെ ഫോണിനെത്താ എൻ്റെ എക്സ്പ്രഷൻ സൂപ്പർ. ഒരു സ്ട്രേഞ്ചർ ഗേൾ വരുന്നുണ്ട്. സോ പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം വീഡിയോസ് ചെയ്യുന്നത്. ഞങ്ങൾ റീസെൻ്റ്ലി ഇന്നലെ കുറച്ച് ദിവസം അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചേട്ടാ നമുക്കൊരു വീഡിയോ ചെയ്താൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെയ്യാമെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ടൊരു വാഴ 2 എന്തുകൊണ്ടൊരു സ്ട്രേഞ്ചർ ഗേളായിട്ട് പോയി കൂടാ എന്ന് ചോദിച്ചു. എനിക്ക് പിന്നെ വിശപ്പില്ല. അതിന് വേറെ അതായത് ദാസനോട് എക്സ്പ്രഷൻ ആയിട്ട് തകർക്കുന്നു. ഇച്ചിരി മുട്ട വേണ്ട, ഇത്രയാണ് തന്നത്. അപ്പം പുള്ളിക്കാരി പരിപാടി കുറച്ച് ദിവസമായിട്ട് ആ നല്ല വൈബായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി വന്നിട്ട് നേരെ തിയേറ്ററിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. ആളെന്തോ ഫോട്ടോസ് എന്തൊക്കെ പോയിരിക്കുമായിരുന്നു. നേരെ വരുമ്പോഴത്തേക്ക് ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ദോശ കഴിക്കുന്നത് എന്ത് ചെയ്യാം, എന്ത് നേരം എടുത്തിട്ട് ഇപ്പോഴാണ് കഴിക്കുന്നത്, ഫുഡ് കഴിക്കുന്നത്. ഒരു പഴം കഴിച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇന്നിട്ട് റീലില്ലേ, അതൊക്കെ എഡിറ്റ് ചെയ്യുന്നതാണ്. അതാണ് ദോശ കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ബുൾസൈ. ശിവമോൻ ഇച്ചിരി തരുമോ? മഞ്ഞ തരത്തില്ല, തരുമോ? ശിവമോന് മുട്ട എന്ന് പറയുന്ന ജീവനാണ്. ബുൾസ എന്ന് പറഞ്ഞാൽ അതിലും വലിയ ജീവനാണ്. ഓക്കെ, കഴിച്ചിട്ട് പെട്ടെന്ന് ബുൾസ കൂടി കഴിക്കില്ല, എന്താ പോവാ. ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ വിളിച്ചിട്ട് നമ്മളൊന്ന് പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ആളെ പിക്ക് ചെയ്യാൻ ഇവിടുന്ന് കടവന്തർ റൂട്ടിൽ നിന്ന് കറുകപ്പള്ളി വരെ പോകണം. കറുകപ്പള്ളിയിൽ നിന്ന് പിക്ക് ചെയ്ത് നേരെ നമുക്ക് പത്മ തിയേറ്ററിൽ പോകണം. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ഗോണ ബി കാടിറങ്ങിയോടി വരും ആ പോക്കായിരിക്കുന്നത്. എന്തായാലും പോട്ടെ. ആളെ പിക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഈസ് ടൈം. എടി നീ അങ്ങോട്ട് ഇല്ല, ദാസൻ എൻ്റെ ഫോണിൽ നിന്ന് കൊണ്ടു ബുക്ക് മൈ ഷോ എടുത്ത് നോക്ക്. ഈസ് ടൈം ടു റിവീൽ ദ പേഴ്സൺ.
അത് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിപ്പോയി. എന്നെ ബാക്കി വലിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ അടുത്തൊരു ബ്ലോഗ് പിടിക്കാണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് ഹറി പറയുന്നത് ടൈം കുറപ്പേ. ഇവള് വർക്ക് ഗൈസ് എൻ്റെ കൂടെ വരുന്നുള്ള ആഗ്രഹമുണ്ട്. എത്ര മണിക്കാണ് നീ ഷൂട്ടിന് ചെയ്യുന്നത്? രാവിലെയോ? അല്ല, ഷൂട്ടിന് പോയിട്ട് ഇപ്പോഴാണ് റൂമിൽ വന്ന് കയറിയത്. ഇപ്പൊ വന്നതേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. വന്ന് കയറി നേരെ എൻ്റെ കൂടെ വന്ന്. അതാണ് അവസ്ഥ. നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. നീ ഫസ്റ്റ് ടൈമാണ്? അല്ല, സെക്കൻഡ് ടൈം. ചേട്ടൻ്റെ കൂടെ സിനിമയ്ക്ക് വരാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്നത്. ഓക്കെ, നമ്മളെ സ്ക്രീൻ നോക്കട്ടെ. ഞാൻ അഞ്ജു, പത്തനംതിട്ടയാണ് നാട്. ഇപ്പൊ കറന്റ് കൊച്ചി തന്നെയാണ്. ചെറുതായിട്ട് കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ചെയ്തു പോകുന്നു. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഞാൻ ഇവിടെ പരിചയപ്പെട്ടേക്ക് തരാം. ഒരു പ്രാവശ്യം ആരുടെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിനകത്ത് കമന്റ് വന്നിട്ടുണ്ട്. അപ്പം തന്നെ ഒരു പ്രൊഫൈൽ നോക്കി അറിയാലോ. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് സംസാരിക്കുന്ന ഒരാള്, നല്ലതൊക്കെ ചെയ്യുന്ന ഒരാള്. അത് ഞാൻ ഇവിടെ ഇന്ന ഒരു ബ്ലോഗ് സീരീസ് ചെയ്യുന്നു വരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ വരാന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റഡി ചെയ്ത് 1 പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ ഇന്നലെ കണ്ടപ്പോൾ പടത്തിന് ബുക്ക് ചെയ്ത് വരുന്നതെന്ന് ചോദിച്ചു. ഓക്കെ പറഞ്ഞു. സന്തോഷം. ഞാൻ കൊടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. എനിക്ക് ദാസേട്ടനും ഹെബയും കൂടെ ഐസ്ക്രീം മേടിക്കാൻ പോയി. ഒന്ന് വരട്ടെ, വന്നിട്ട് നമുക്ക് നാട്ടിൽ കയറണം. രണ്ടാമത്തെ കാര്യമോ? ചിലപ്പോ മൈക്ക് വണ്ടി കയ്യിലായിരുന്നു. ബാ പോവാ ബാ. അവരെത്തി. സാധാരണ തിയേറ്ററിൽ വന്ന പോപ്കോൺ പോലും മേടിക്കാത്ത ഞാനാണ്. ഇതിപ്പോൾ 2 പോപ്കോൺ മേടിച്ചു. ബിക്കോസ് ഓഫ് ഒന്ന് ഹെബയ്ക്കും ഒന്ന് നമ്മുടെ സ്ട്രേഞ്ചർ ഗേളിനും വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. പക്ഷേ നമ്മുടെ കൂടെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണ്ടേ, അതാണ്. ഞാൻ ഷിബുവിന് പോപ്കോൺ മേടിച്ചിട്ടില്ലെന്ന് പറയാൻ പോയണേ. ഓൾക്ക് മാത്രം പോപ്കോൺ കൊടുത്തിട്ട്. ഇപ്പോൾ ഷിബുവിൻ്റെ വയറ് കേൾക്കാം. ഷിബുവേ പോപ്കോൺ ഉണ്ട് കേട്ടോ. മറന്നുപോയി. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകും. നിനക്ക് വാങ്ങിച്ചാണിത്. എന്റെ ശിവമോന് ഞാൻ അറിഞ്ഞു. മയക്കുമരുന്ന് സൈക്കോട്രോപിക് കരഞ്ഞ് കണ്ണീർ കൊടാനാണ് ഇവിടെ കരച്ചിരി പിടിച്ചിട്ട് തലവേദന എടുക്കണത്. അയ്യാ സത്യം പറയാ, ഈ എന്നെ കാണുമ്പോ അറിയാം മറ്റേ അധികം കട്ടിയില്ലാത്ത ഇതാന്നുള്ളത്. മനസ്സിലധികം കട്ടിയില്ല, അധികം കട്ടിയില്ലാതെ കാണുമ്പോ എന്റെ മുഖത്ത് തിരിച്ചിട്ടുണ്ട്. ഈ ഇങ്ങനെ ബ്ലോഗിനകത്ത് പറയുന്ന ഈ എന്താ പറയാ ഇവള് എന്താ പറയാ ഈ ആങ്കറിങ് പരിപാടിയൊക്കെ എടുക്കൊണ്ട് എല്ലാ സംഭവത്തിനും പോകണമെന്ന് പറഞ്ഞാലേ ഈ എന്താ പറയാ ഫേസ് നമ്മൾ കുറച്ചൊന്ന് അടുത്ത് ഇതായി കഴിയുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാവും ഇത് മറ്റേ ചുമ്മാതാ കാണിക്കുന്ന കാറ്റായില്ല, ഇത്തിരി എഴുത്തിപ്പോരും ഉള്ളെന്നുള്ളത്. കറക്റ്റാണ്. ഞാനത് ഒറ്റ ദിവസം ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ അയ്യോ ഭയങ്കര റഫ് ആൻഡ് ടഫ് ക്യാരക്ടറാന്ന് ചോദിച്ചു. പിറ്റേ ദിവസം സംസാരിച്ചപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. ഏതെങ്കിലും ആങ്കറിങ് പരിപാടി ഉണ്ടെങ്കിൽ വിളിക്കുക അല്ലേ? അല്ലെങ്കിൽ മറ്റേ പബ്ലിക് ആങ്കറിങ് ചെയ്യും, ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യും. അപ്പൊ ഞാൻ എന്തിനും സെറ്റ് ആക്കി തരാം. ഞാൻ അവിടുന്ന് ഇറങ്ങട്ടെ. ഗൈസ് നമ്മൾ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ നമ്മുടെ സ്ട്രേഞ്ചർ ഈസ് ഗോയിങ്. ഓക്കെടാ, നാളെ ഷൂട്ടുണ്ടല്ലേ. കണ്ണുറങ്ങിയിരിക്കണേ. സോറി അയ്യോ, ഞാൻ ബ്ലോഗിനകത്ത് പറഞ്ഞല്ലോ. ഓക്കെടാ ബൈ. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. എന്ന് വെച്ചാൽ ഇത്രയും എനിക്ക് വേണ്ടി വന്നപ്പോഴത്തേക്കും അടുത്ത ദിവസം വേറെ ആർക്കും പായുകൂടി പഠിക്കാൻ പോകാം. അടുത്ത ദിവസം വേറെ ബ്ലോഗിനകത്ത് വരുമോ? ഫുൾ ബ്ലോഗിൻ്റെ ബ്ലോഗ്. ഓക്കെ, ഫുൾ ലെങ്ത് ബ്ലോഗിനകത്ത് പറഞ്ഞേ. ഇപ്പോൾ കുറച്ച് സമയമില്ല, ചെല്ലു ഉറങ്ങിക്കോ വെച്ചില്ലേ. ഓക്കെ ബൈ. ഓക്കെ ബൈ. ബാ ഷിബു ബാ, നമുക്ക് ഓക്കെടാ ബൈ. ഇത് സത്യം പറയാ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാനും ഹെബയും കൂടെ ഹെബയുടെ റൂമിനോട് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു. പുള്ളിക്കാരനെ പറ്റി നല്ല കാര്യം പറഞ്ഞു. എനിക്ക് സീരിയസ്ലി പറയല്ലോ, ഭയങ്കര എന്താ പറയുക ഒരു എന്തോ ഒരു സാധനം ഉള്ളിൽ തോന്നി. ഞാൻ പറയാം, അവിടെ ചെന്നിട്ട് ഞാൻ പറയാം. കേസ് അങ്ങനെ നമ്മുടെ സ്ട്രേഞ്ചറൊക്കെ ഉണ്ടാക്കി. ഞാൻ അവിടെ വെച്ച് പറയാമെന്ന് പറഞ്ഞ കാര്യം എന്താ, പക്ഷെ ഞാൻ പറയാം എപ്പോഴും ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ഒരാളെടുക്കുന്ന എഫേർട്ട്, അതിന് നമ്മൾ എപ്പോഴും നമ്മൾ വാല്യൂ കൊടുക്കണം. ഞാൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സിനാണ് എല്ലാവർക്കും വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്ന ആളാണ്. ഞാൻ എല്ലാവർക്കും വേണ്ടി ടൈം കണ്ടെത്തുന്ന ആളാണ്. ഞാൻ എഫേർട്ട് എടുത്ത് പല കാര്യങ്ങളും ചെയ്ത് കൊടുക്കാറുണ്ട്.
അപ്പം എനിക്കറിയാം ആ എഫേർട്ട് എടുക്കുന്നതിൻ്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. സോ ഇത് ഞാനിവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അഞ്ചു എനിക്ക് വേണ്ടി എടുത്ത എഫേർട്ട് എന്ന് പറയാൻ നേരത്ത് അത് ആക്ച്വലി അവൾക്ക് നാളെ ജൂനിയർ ആർട്ടിസ്റ്റ് നാളെ 6 മണിക്കൊരു വർക്കുണ്ട്. ഇന്ന് 8-8:30 കണ്ടായപ്പോഴത്തേക്കാണ് അത് കൺഫർമേഷൻ ആയത്. എന്നിട്ട് അവൾക്ക് ഇന്ന് ഫോട്ടോ വെച്ചിട്ടൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഷൂട്ട് കഴിഞ്ഞിട്ട് റൂമിൽ വന്ന് ജസ്റ്റ് ബാഗും കാര്യങ്ങളും വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസ് ഒക്കെ കഴുകിയിട്ട് ഒരൊറ്റ നിമിഷത്തിൽ വന്ന, അതായത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇതെല്ലാം സെറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മുടെ കൂടെ വന്നതാണ്. ആ എഫേർട്ട് നമ്മൾ മാനിച്ചു വരുന്നില്ല. എന്തായാലും പുള്ളിക്കാർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷിബു നിനക്ക് എന്താ തോന്നുന്നത്? അല്ലേടാ ഉള്ള മേടിച്ചു കൊടുക്കണം. എഫോർട്ടാണ് ഏറ്റവും വലുത്. ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് പോളിസി. നിനക്ക് തരുന്നത് നീ തിരിച്ചു കൊടുക്കണം. ഷിബു ആരോടെ പറയുന്നേ? ഞാൻ എൻ്റെ അല്ലല്ല എന്റെ പ്രേക്ഷകരോട് അല്ലല്ല നീ തിരിച്ചു കൊടുക്കുന്ന ആരൊക്കെയാന്ന് ഞാൻ ചോദിച്ചത്. അഞ്ജലി അല്ലല്ല അഞ്ജലിക്ക് ഓക്കെ ഞാൻ കൊടുക്കണം എന്ന് നീ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം ഉണ്ടോന്ന് ഞാൻ ചോദിക്കണം. കൊടുക്കണം. അല്ല പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ? നോ നീഡ് ഓഫ് ദാറ്റ്. ഞാൻ കൊടുത്തിരിക്കണം എന്നല്ല, ഞാൻ കൊടുക്കും. അത് കൊടുക്കുന്ന പറഞ്ഞാൽ ഞാൻ കൊടുത്തിരിക്കും. അത് നിനക്ക് അറിയാമല്ലോ. എന്റെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആരാളാ? ഓഫീസാണോ ഫോണാണോ? ഓഫീസാണോ ഫോണാണോ? ഓഫീസാണല്ല ഗൈസ്. ഷിബുമോനെ ഞാൻ റൂമിൽ എത്തിയിട്ട് ഞാൻ വിളിച്ചു നോക്കും. അപ്പൊ ഷിബുമോൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷിബുമോൻ അർജന്റായിട്ട് വാപ്പച്ചിനെ വിളിക്കാണ്ട്. വാപ്പച്ചി ഇപ്പൊ കിടന്ന് വാപ്പ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വാപ്പ നിങ്ങൾ കമന്റ് ചെയ്യാം. നിങ്ങളെ അതായത് ഏപ്രിൽ 13 വെളുപ്പിനെ 2:57 നിങ്ങൾ വിളിച്ചോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഉത്തരം തരണം. വിളിച്ചിരിക്കും. ചുമ്മാ കോൾ ലിസ്റ്റ് കണ്ടാ പോലെ കോൾ ലിസ്റ്റ് കാണണം. എനിക്ക് സ്ക്രീൻഷോട്ട് കാണണം. ബാബാന്നും പറഞ്ഞ ഇങ്ങനെ ഇവിടെ കൊടുക്കാം. അതൊന്നും പറഞ്ഞിട്ട് ആ പേര് മാറാതിരിക്കാനാ ഞാൻ പറഞ്ഞത്. എഫേർട്ടാണോ? എഫേർട്ട് എടുത്തിരിക്കുവാണോ? എഫേർട്ട് എടുത്തിരിക്കൽ ബാബ എഫേർട്ട് എടുത്തിരിക്കുകയാണല്ലേ? ഉറങ്ങാണ്ടിരിക്കുവാ? ഓക്കെ ബൈ ഷിബുമോനെ. ഇനി നമ്മൾ കാണുന്നത് വിഷുവിന്. വീടോടെ വരത്തില്ലേ? വീടോടെ വരൂലേ? വരുമല്ലോ ഉറപ്പാണല്ലോ ഗൈസ്. ഷിബുമോൻ, സെയ്ദ്, മുർഷി, മുബു ഉണ്ടോ ഓടി? മുബു ഉണ്ടായി. മുബു ഇവരെല്ലാം കൂടി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് വരണം എന്നുള്ള കാര്യം. ഇവരെ കാണത്തുള്ളൂ ഇവിടെ, വേറെ ആരും കാണത്തൊന്നുമില്ല. വേറെ അഞ്ജലി അവരൊക്കെ നാട്ടിൽ പോകും, രജിലേക്ക് നാട്ടിൽ പോകും, മിക്കവരും നാട്ടിൽ പോകും. ഇവർ മാത്രമേ കാണത്തുള്ളൂ എൻ്റെ ഒരു ഐഡിയ. അപ്പം എന്താ ഇവർക്ക് ഞാൻ പറഞ്ഞിട്ട് വരാൻ വേണ്ടി. വരണേ ഷിബുമോനെ? ഉറപ്പാണല്ലോ ഗൈസ്. ഞാനെന്തായാലും തിരിച്ച് നേരെ ചരിക്കട്ടെ റൂമിലേക്ക്. ഞാൻ എന്തായാലും ചുമ്മാ വെറുതെ റൂമിനായിട്ട് പോണേ. അപ്പോൾ ഞാൻ എന്തായാലും ചുമ്മാ ഊബറല്ല റാപ്പിഡ് ഓൺ ആക്കിയിട്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ ലിസി ഹോസ്പിറ്റലിൽ നിന്ന് കടവന്തരയ്ക്ക് ഓട്ടം കിട്ടും. എന്തായാലും ഞാൻ എടുത്തിട്ട് നേരെ കടവന്തരയ്ക്ക് ഓട്ടം. അതാകുമ്പോൾ എനിക്ക് ലാഭമല്ല. ചുമ്മാ പോകണ്ട, 10-20 രൂപ കിട്ടുകയും ചെയ്യും അങ്ങോട്ട് പോകാനുള്ളത്. ഓക്കെ ഗൈസ്, ഞാനിപ്പം ഓട്ടം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ നിന്ന് ഒരു റൈഡ് എടുത്തിട്ട് ഞാൻ നേരെ കടവന്തരയ്ക്ക് കൊണ്ടുവന്നാക്കി 70 രൂപ കിട്ടി. ഓക്കെ, നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഒരു ഓട്ടം കിട്ടുന്നതല്ലേ, അത് കാരണം അങ്ങനെ എടുത്താണ്. ഞാൻ ഇടക്കിടക്ക് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നൈസായിരുന്നു. പക്ഷേ എനിക്കിപ്പോഴും എൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് പറയുന്നത്, എനിക്കിത് പറഞ്ഞിടത്തോളം മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടാറുണ്ട്, എല്ലാ കാര്യത്തിലും ഇടാറുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി ഒരാൾ ഇത്ര എഫേർട്ട് ഇട്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര മനസ്സിൽ കൊണ്ട് എനിക്ക് തോന്നിയില്ല. ഒരാൾ എഫേർട്ട് ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമല്ലേ. എന്തോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉള്ളിൽ നിൽക്കുന്നു ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര ഒരു ഫീൽ പോലെ തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട്. ആൾ നമുക്ക് വേണ്ടി എത്രയും കഷ്ടപ്പെട്ട് വന്നെല്ലാം നോക്കാൻ ആലോചിക്കുമ്പോഴത്തേക്ക് വരാണ്ടിരിക്കാമായിരുന്നു. പക്ഷേ എന്നിട്ടും വന്നതൊക്കെ പറയാൻ ഭയങ്കര കാര്യമാണ്. ഓക്കെ, എനിക്കറിയാം ആൾ കുറച്ച് നേരത്തേക്ക് വീഡിയോയിൽ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ എന്നാലും ഉണ്ടായിരുന്ന സമയം നല്ലതായിരുന്നു. നമ്മൾ മൂവിക്ക് പോയതാണ്. ഹേബേഗ് അവിടെ നിന്ന് ഞാൻ രണ്ടാമത് കണ്ടപ്പോഴത്തേക്കും ഞാൻ അത്രയും ഇമോഷനായില്ലെങ്കിൽ എൻ്റെ കൂടെ ഇരുന്ന ആളും നമ്മുടെ സ്ട്രേഞ്ചറുകളും അത്യാവശ്യം ഇമോഷനായി. ഓവർ ഇമോഷനായില്ല. അന്ന് ഹേബ ഭയങ്കരമായിട്ട് ഇരുന്ന് കരഞ്ഞു. ഹേബയുടെ കണ്ണിൽ നിന്ന് നല്ല ശരിക്കും വെള്ളം വരുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. എന്തായാലും ഇനിയിപ്പം വെളുപ്പിന് എത്ര മണി 4 മണിയും കണ്ടായി. ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാനായിട്ട്. പക്ഷേ നാളെ നമുക്ക് വീട്ടിലേക്ക് പോകാനുണ്ട്. വിഷുവല്ലേ, വിഷുവായിട്ട് വീട്ടിലോട്ട് പോകാനുണ്ട്. എനിക്കറിയാം ഇതൊരു കുഞ്ഞു വീഡിയോ എന്നറിയാം. എനിക്കത് ഇഷ്ടമായെങ്കിൽ പറയുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് വിളിച്ച് പറയുക. ഒരാൾ നമുക്ക് വേണ്ടി എഫർട്ട് ഇടുന്ന കാര്യത്തിന് വേണ്ടി പറയുക. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.